ഇന്ന് എന്താ ദിവസമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് കർക്കിടകത്തിലെ അവിട്ടം ആവണിയാണ്. കുറച്ചും കൂടെ ചുരുക്കി പറഞ്ഞോ, ഇന്ന് പിള്ളേരോണമാണ്. ഈ പിള്ളേരോണത്തെ പറ്റി ഞാൻ കാര്യമായി അറിയുന്നത് കാശിക്കുട്ടനുണ്ടായ ശേഷമാണ്. ഇങ്ങടൂര് കർക്കിടകത്തിലെ അവിട്ടം ആവണിയിൽ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിൽ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ഓണസദ്യ ഒരുങ്ങി കൊടുക്കാറുണ്ടേ. ഇവരതിനെ പിള്ളേരോണം എന്നാണ് കേട്ടോ പറയുക. കൊട്ടാരക്കര സൈഡിലൊക്കെ ഇതുണ്ടോ ആവോ, എനിക്കറിയാൻ പാടില്ല. കാശൂട്ടൻ്റെ രണ്ടാമത്തെ പിള്ളേരോണമാണ് ഇത്. അടൂരിന്ന് ഇങ്ങെഴുകോണ് വന്നിട്ടും പിള്ളേരോണം മറക്കാതെ കൊള്ളണേന്ന് കാശുവിൻ്റെ അച്ചാമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനിയും പിള്ളേരോണത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളമ്മായി പറഞ്ഞു തന്ന കാര്യങ്ങൾ പറയാട്ടോ. പിള്ളേരോണം എന്നത് കർക്കിടക മാസത്തിലെ തിരുവോണം നാളിൽ ആഘോഷിക്കുന്ന ഓണാഘോഷമാണ് കേട്ടോ. ഇത് പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ ഓണമെന്നും പിള്ളേരോണം എന്നും ഒക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് സമാനമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിലെ തിരുവോണം നാളിലും ഉണ്ടാകാറുണ്ടേ. പക്ഷേ അത്രയും വലിയ പ്രാധാന്യമൊന്നും ഈ കർക്കിടകത്തിലെ തിരുവോണത്തിന് ഇല്ലാതാനും. തിരുവോണത്തിന് തിരുവോണ സദ്യ വിളമ്പുന്നത് പോലെ കർക്കിടക മാസത്തിലെ ഈ പിള്ളേരോണ ദിവസവും സദ്യ വിളമ്പാറുണ്ട് കേട്ടോ. ഇതില് പഴവും പപ്പടവും പായസവും പ്രഥമനും എല്ലാം ഉൾപ്പെടും കേട്ടോ. പിന്നീട് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഉണ്ണിയപ്പവും ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിലൊക്കെ കുട്ടികള് ഈ ദിവസത്തിന് മുന്നോടിയായിട്ട് കൈകളില് മൈലാഞ്ചിയൊക്കെ ഇടാറുണ്ടെന്നും ഗൂഗിളമ്മായി പറയുന്നുണ്ടേ. പണ്ട് സാമൂതിരിയുടെ ഭരണകാലത്തൊക്കെ മാമാങ്കം നടന്നിരുന്നത് ഈ പിള്ളേരോണ ദിവസങ്ങളിലായിരുന്നു കേട്ടോ. ഇങ്ങ് തെക്കൻ കേരളത്തിലാണ് കേട്ടോ പിള്ളേരോണം കൂടുതലായും ആഘോഷിക്കാറുള്ളത്. ഓണസദ്യ ഒരുക്കുമെങ്കിലും ഓണപ്പുടവ കൊടുക്കലോ അത്തപ്പൂക്കള ഇടിയിലോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ ഈ പിള്ളേരോണത്തിന്. പണ്ടൊക്കെ കർക്കിടക വറുതിയിൽ പോലും ഈ പിള്ളേരോണം എല്ലാവരും ആഘോഷിക്കാറുണ്ടായിരുന്നേ. ഇപ്പോ ഏതാണ്ട് പിള്ളേരോണത്തെ പറ്റി ഒരേകദേശ ധാരണയൊക്കെ ഉണ്ടായി കാണുമല്ലോ അല്ലേ? കാശിക്കുഞ്ഞിന് കുഞ്ഞുമുണ്ടും ഉടുപ്പും ഒക്കെ ഇടിയിച്ച് ഊണ് കഴിക്കാൻ ഇരുത്തിയേട്ടോ. ഇവൻ തനിയെ കഴിക്കുന്നു കരുതി നോക്കിയിരുന്നത് മാത്രം മിച്ചം. ഇവൻ മൈൻഡേ ചെയ്യുന്നില്ല. ഇവൻ കളിയോട് കളി.